ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓണം റിലീസുകൾ ചിലപ്പോൾ മാറ്റിയേക്കാം. നമ്മുടെ നാട്ടിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉരുൾപൊട്ടൽ, പിന്നെ മഴയുടെ ഒരു ലഭ്യത കൂടുതൽ കാരണം നമ്മുടെ നാടുകളിലൊക്കെ വെള്ളപ്പൊക്കം കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ റിലീസ് ചിലപ്പോൾ മാറ്റിയേക്കാം. കാരണം ജനങ്ങളെക്കാൾ വലുതല്ല സിനിമ എന്നൊരു സത്യം നമ്മളൊക്കെ തിരിച്ചറിയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അതിൻ്റെ ആ റിപ്പോർട്ട് ശരിവെക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒരു മഴ കുറച്ച് കുറഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ. എന്നാൽ എല്ലായിടത്തും റെഡി ആയിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, സിനിമ റിലീസ് മാറ്റി വെക്കുന്നൊക്കെ ഇന്നലെ അപ്ഡേഷൻ തന്നിരുന്നു. പക്ഷെ അഥവാ ഈ ഓണത്തിന് ഈ പറഞ്ഞ ഈ ഐ ആം ഗെയിമും അതുപോലെ ഖലീഫ എന്ന ചിത്രമൊക്കെ റിലീസാവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം ഖലീഫ ആണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അതുപോലെ ആക്ഷൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല അതൊരു വൈശാഖ സിനിമ. കാരണം വൈശാഖിൻ്റെ സിനിമയിലൊക്കെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് കൂടുതലാവും. ആക്ഷന് പ്രാധാന്യം ഉണ്ടാവും, സെൻറ്റിമെൻറ്റ്സിന് പ്രാധാന്യം ഉണ്ടാവും, അതുപോലെ കോമഡിക്ക് പ്രാധാന്യം ഉണ്ടാവും, എല്ലാം ഒരു ബിൽഡപ്പിന് എല്ലാം പ്രാധാന്യം ഉണ്ടാവും ഒരു വൈശാഖ ചിത്രത്തിൽ. അതുകൊണ്ടാണ് ഞാനൊരു എന്താ പറയുക ഒരു സിനിമ പ്രേമി പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഖലീഫയെ ഞാൻ ഇഷ്ടപ്പെടുന്നു പറഞ്ഞത്. എന്ന് കരുതി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഖലീഫ എന്ന ചിത്രമല്ല. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ചിത്രങ്ങളാണ് എനിക്ക് കൂടുതൽ കാണാൻ ആഗ്രഹം. ബേസിക്കലി എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് അതാണ്. പക്ഷേ നമ്മുടെ ഐ ആം ഗെയിം എന്ന ചിത്രം ഒട്ടും പിറകിലല്ല. കാരണം അതിന് ട്രെയിലർ വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഒരു സമ്മിശ്ര പ്രതികരണം. കാരണം ഈ ചിത്രം എന്താ പറയുക, വലിയൊരു ഹിറ്റാവാൻ ചാൻസ് ഇല്ല. ദുൽഖർ 3 വർഷത്തിന് ശേഷം തിരിച്ചു വന്നത് ഒന്നുകൂടി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലുള്ള മടങ്ങിപ്പോക്കിനാണ്. അതിലെ അഭിനയം പോരാ, ആക്ഷൻ പോരാ, അതൊരു ആക്ഷൻ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇതിലൊന്നും പോരാ, അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സംഭവം നമുക്കൊരു കണക്റ്റ് ആവണില്ല. അങ്ങനെ പല അഭിപ്രായം. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊരു ഗുമ്മില്ല, ജക്സ് ബിജോയുടെ മ്യൂസിക്കൊന്നും ഒരു സെറ്റ് ആവണില്ല, ഖലീഫയിലെ മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. അങ്ങനെയുള്ള ഒരു കമ്പാരിസനും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഈ സിനിമയുടെ ഇൻസൈഡ് റിപ്പോർട്ട് വെച്ച് ഇതൊരു 1.5 തൂക്കാനുള്ള എല്ലാ സംഭവവും ഐ ആം ഗെയിമിലുണ്ട്. കാരണം ഈ സിനിമ ഖലീഫയേക്കാൾ ഏകദേശം ഒരു 15-16 മിനിറ്റ് ദൈർഘ്യം കൂടുതലാണ്. ഖലീഫ 2 മണിക്കൂറും 32-33 മിനിറ്റിൻ്റെ ഒരു ഡ്യൂറേഷനും, അതുപോലെ തന്നെ ഐ ആം ഗെയിം 2 മണിക്കൂറും 46-7 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഈ ഐ ആം ഗെയിമിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് കാണിക്കാൻ, ട്രെയിലർ കണ്ട സംഭവങ്ങളൊന്നുമല്ല അതിൽ കാണിച്ചത് ഇല്ല എന്നല്ല, പക്ഷെ അതൊന്നുമല്ല സിനിമയുടെ ഇതിവൃത്തം. ഒരു ഗെയിമിങ്ങും കാര്യങ്ങളുണ്ട്, അതായത് ഒരു പന്തയും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റിൻ്റെ സംഭവങ്ങളുണ്ട്, പല കാര്യങ്ങൾ അതിൽ വന്നു പോകുന്നുണ്ട്. അത് എന്താ പറയുക, ഒരു സംഭവമായിട്ട് ദുൽഖർ ബുദ്ധിമുട്ടുന്നു, അതിനെതിരെ എന്താ പറയുക ഒരു പടപൊരുതുന്ന സംഭവമൊക്കെയാണ്. പക്ഷെ ഇതിൽ നിങ്ങൾ ട്രെയിലറിൽ ഒരു ഫൈറ്റ് കാണാം. അതായത് ഒരു കാസിനോയിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവും. ഈ ഫൈറ്റ് ദുൽഖറും അതുപോലെ 40 സ്റ്റണ്ട് ആർട്ടിസ്റ്റും തമ്മിലുള്ളൊരു ഫൈറ്റാണ്. അതായത് മലയാള സിനിമയിലെ ഏറ്റവും ചിലവേറിയ ഫൈറ്റ് സീക്വൻസാണ്. അതായത് ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റാണ് ആ ഒരു കാസിനോയിലുള്ള ദുൽഖറിൻ്റെ ഈ ഫൈറ്റ്. 40 സ്റ്റണ്ട് ആർട്ടിസ്റ്റും ദുൽഖറും മാത്രമുള്ള ഫൈറ്റ്. ഈ ചിത്രം ഈ ഒരു ഫൈറ്റിന് ഒരുപാട് ബഡ്ജറ്റാണ്. അതായത് അൻബറി മാസ്റ്റേഴ്സാണ് ഈ ചിത്രത്തിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ ഈ ചിത്രം നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ മാസില്ല, ഗുമ്മില്ല എന്ന് പറഞ്ഞവർ ഈ ഒരു സിനിമ, അതായത് ഒരു ക്ലൈമാക്സ് കണ്ടാലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഒരു സംഭവം മനസ്സിലാവും. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിൽ ആ ഒരു ഫൈറ്റ്, അതായത് ഒരുപാട് ഫൈറ്റ് സംഭവം ഇതിലുണ്ട് കേട്ടോ. ഇതൊരു ആക്ഷൻ പാക്കഡ് മൂവി തന്നെയാണ് ഐ ആം ഗെയിം. അതിലൊരു സംഭവമില്ല, ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, പക്ഷേ ഒരു ആക്ഷൻ പാക്കഡ് സംഭവം എല്ലാം ഉണ്ട്. ഇത് നിങ്ങൾ കാണുന്ന സംഭവങ്ങളൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാടുണ്ട്. കിട്ടിയ റിപ്പോർട്ട് വെച്ച് ഓണം വിന്നറാവാൻ ഐ ആം ഗെയിം ആവും മുന്നിലെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ ആക്ഷൻ ഒരുപാടുണ്ട്. ദുൽഖറിൻ്റെ ഒരു മരണമാസ ആക്ഷൻ ഇതിൽ കാണാം. നിങ്ങൾ ഉദ്ദേശത്തിലപ്പുറമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു ബിൽഡപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അതിൽ 100% ഉറപ്പാണ്, ഒരു സംശയം വേണ്ട ആ ഒരു കാര്യത്തിൽ. ഓണം വിന്നർ മിക്കവാറും
ഐ ആം ഗെയിം ആവും. കാരണം അവർ വിചാരിച്ചൊരു എക്സ്പെരിമെൻ്റ് കൂടി നമ്മുടെ പ്രേക്ഷകന് കണക്റ്റായാൽ നിസ്സംശയം പറയാം ഓണം ഐ ആം ഗെയിം തൂക്കും. എന്ന് വെച്ച് ഖലീഫ മോശമെന്നല്ല, പക്ഷേ ഖലീഫ ഒരു നോർമൽ ഒരു കൊമേഴ്ഷ്യൽ ഒരു എന്താ പറയുക ഒരു സ്മഗ്ലിങ്ങിൻ്റെ സംഭവങ്ങളാണ്. അതൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ നടന്ന് അതിൻ്റെ ഒരു ഒരു സിനിമാറ്റിക് സംഭവത്തിൽ ചെയ്യുന്നതാണ്. എന്തായാലും ഒരു നോർമൽ കൊമേഴ്ഷ്യൽ ചിത്രം, അതായത് ഓരോ ഓണത്തിന് ഒരു ആഘോഷിക്കാൻ പറ്റിയ ചിത്രം. പക്ഷേ ഐ ആം ഗെയിം അങ്ങനെയല്ല, അതൊരു തീർത്തും വ്യത്യസ്തമായിട്ട് അതിൻ്റെ ജോണർ വ്യത്യാസമുണ്ട്. അതിൽ ഒരുപാട് ജോണേഴ്സ് വരുന്നുണ്ട്. ആക്ഷൻ ഉണ്ട്, കോമഡികളുണ്ട്, അതുപോലെ തന്നെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, എല്ലാം ഉണ്ട്, റൊമാൻസ് ഉണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തൊരു ചിത്രമാണ് ഐ ആം ഗെയിം. അതുകൊണ്ട് ഏത് തരം പ്രേക്ഷകനും ഈ ചിത്രം കണക്റ്റ് ആവുന്നതാണ് നമ്മളൊക്കെ റിപ്പോർട്ട് എന്നല്ല ഒരു വിശ്വാസം. എന്തായാലും ഓണം അടിച്ച് പൊളിക്കട്ടെ തിയേറ്ററിലൊക്കെ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.